ബാക്ക്. എന്തായാലും കുക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തിട്ട് അങ്ങനെ തോന്നി ഇത് ലോട്ടറി അതിൻ്റെ കളറിലായിട്ട് ഇതാ പിന്നെ വന്നിട്ടുണ്ട്. കിട്ടി. ഞാൻ ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യം കുറെ പേടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ നോക്കട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലമായല്ലേ നമ്മളിതാ ഇങ്ങനെയൊരു വീഡിയോ എടുത്തിട്ട്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത്. കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലോങ് വീഡിയോസാണ്. ഷോർട്സ് പിന്നെ ഞാൻ എന്തെങ്കിലും കുക്കിങ്ങും ഇതൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട്. കാരണം എന്തായാലും കുക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇട്ടാൽ മതിയല്ലോ. ഇതിന് പിന്നെ പ്രത്യേകം ഒരു സമയം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനായിട്ട് ഇരിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയം കിട്ടാറില്ല. ഇതിപ്പം കൃഷി ഉറങ്ങുന്ന സമയമാണ്. ഉച്ചയ്ക്ക് അവനെ ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കി. ഈ ഒരു സമയത്ത് ഞാനും അവൻ്റെ കൂടെ കുറച്ച് സമയം ഉറങ്ങും. കാരണം എനിക്ക് ഈ ഒരു സമയം റെസ്റ്റ് എടുക്കാൻ കിട്ടാറുള്ളൂ. ബാക്കി സമയം മൊത്തം ഓരോ പണിയായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് വീഡിയോസ്. അപ്പോൾ ഞാൻ അധികം സമയം പോക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 2-3 മാസമായി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൽ കുറേ ഈ ക്വസ്റ്റ്യൻസൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഞാൻ ശരിക്കും നാട്ടിൽ നിന്ന് തന്നെ ചെയ്ത് ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന പിന്നെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അതും ഇത്രയും ലേറ്റ് ആയത്. അതേപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഇത്ര ലേറ്റ് ആയതിന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കട്ടെ, ഇത് നിവ്യേട്ടൻ്റെ ടാബാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എഴുതിയെടുക്കാനൊക്കെ മടി. അതുകൊണ്ട് പിന്നെ ഇതിൽ നോക്കിയിട്ടങ്ങ് പറയാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ എവിടെയാണ്. പിന്നെ എൻ്റെ സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഇങ്ങനെ ഐസ് പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും കൃഷുവിന് ആദ്യം വന്നു, പിന്നെ എനിക്കും വന്നു. ഡോക്ടറൊക്കെ കാണിച്ച് അതൊന്നും മാറി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഡബിളായിട്ട് ഇതാ പിന്നെയും വന്നിട്ടുണ്ട്. ജലദോഷവും പിന്നെ ചുമയുണ്ട്, തൊണ്ടവേദനയുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ഒന്ന് റെഡിയായി വരുന്ന കുറേ ദിവസമായിട്ടോ ഇത് കൊണ്ട് കളിക്കുന്നു. അപ്പോൾ ചെറിയ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് തന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഞാൻ പേര് വായിക്കണോ? കാരണം ചില പേരൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്ന പേരൊക്കെ ഞാൻ വായിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ളത് നന്ദന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്നാണ് ഫസ്റ്റ്. ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റത്തത് ഫേവറേറ്റ് യൂട്യൂബർ ആരാന്നാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ഞാൻ ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ലല്ലോ. ഓഫ് കോഴ്സ് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ നമ്മുടെ D-Vlogs ദേവു, എൻ്റെ അനിയത്തി തന്നെ, വേറെ ആരുമില്ല. എല്ലാം ഞാൻ കാണാറുണ്ട്. ചാനലൊക്കെ നമ്മളെന്തായാലും യൂട്യൂബിൽ കാണുമല്ലോ. ഫേവറേറ്റ് ആയിട്ടുള്ളത് എനിക്ക് എൻ്റെ അനിയത്തി ഉള്ളപ്പോൾ ഞാൻ പിന്നെ അവളെ തന്നെയല്ലേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഫേവറേറ്റ് യൂട്യൂബർ ദേവുവാണ് കേട്ടോ, D-Vlogs. പിന്നെ ഫേവറേറ്റ് കളറ് ഫേവറേറ്റ് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനെയൊന്നുമില്ല. എല്ലാ കളറും എനിക്കിഷ്ടമാണ്. പിന്നെ നിവ്യേട്ടന് ഒരു ബ്ലൂ കളറിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്ലൂ ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായില്ല അതെല്ലാം വിട്ടിട്ട്. ഫേവറേറ്റ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പം
അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഹിന്ദി എന്തോ എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല, പക്ഷെ കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും. എന്നാലും എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഹിന്ദിക്കാരനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ഭയങ്കര എന്തോ ഒരു പൊട്ടത്തരം, അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എങ്കിൽ അതെന്തായാലും സാധിച്ചു കേട്ടോ. ദിവ്യേട്ടൻ പഠിച്ചതും വളർന്നതൊക്കെ നോർത്തിലാണ്, അച്ഛൻ ആർമിയിലായതുകൊണ്ട്. അപ്പം ആൾക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം. വീട്ടിൽ ബ്രദേഴ്സൊക്കെ ആയിട്ട് ഹിന്ദിയിൽ തന്നെയാണ് എന്തോ അങ്ങനെ ഒരു ആഗ്രഹം ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെങ്കിൽ എന്തോ കറക്റ്റ് അങ്ങനെ കിട്ടി കേട്ടോ. സബ്ജക്റ്റ് ഹിന്ദി. പിന്നെ ഫുഡും അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ചിക്കൻ്റെ ഐറ്റംസിനോടാണ് കൂടുതൽ ഇഷ്ടം. ചിക്കൻ ആയിട്ടുള്ളത് എന്താണെങ്കിലും എനിക്കിഷ്ടമാണ്. ബിരിയാണി തന്നെയാണ് പറയാം അല്ലേ? അപ്പോൾ ബിരിയാണി ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അഞ്ജു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഇട്ടതാണ്. ചേച്ചിയുടെ ഏജ്, പിന്നെ ബർത്ത്ഡേ ഡേറ്റ്, ജന്മനക്ഷത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. എൻ്റെ ഏജ് ഇപ്പോൾ എനിക്ക് 27 ആയി. പിന്നെ ബർത്ത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 24 കേട്ടോ. നക്ഷത്രം പൂരം. ഞാൻ പൂരം പിറന്ന പുരുഷനാണ്. അപ്പോൾ അത് കിട്ടിയല്ലോ. പൂരം നക്ഷത്രം, ഫെബ്രുവരി 24, പിന്നെ ഇപ്പം 27 വയസ്സ്. പിന്നെ ഒരു അതുല്യ കലേഷ് ആള് ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ ഡെലിവറി സ്റ്റോറി പറയുമോന്ന്. എൻ്റെ ഡെലിവറീൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ദേവുവിൻ്റെ ഇതിൽ യൂട്യൂബ് ചാനലിന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി സ്റ്റോറി അവൾ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് ആ സമയത്തെ കുറേ എന്നെ നിർബന്ധിച്ചതാണ് സ്റ്റോറി ചെയ്യുക അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര നാടായിരുന്നു പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് കുറേ ഇഷ്ടംപോലെ ആൾക്കാരെ ഡെലിവറി ഇങ്ങനത്തെ സ്റ്റോറികളെല്ലാം കണ്ട് കുറേ പേടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഞാനെങ്ങനെയാണ് പറയാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അന്നപ്പോൾ പറയാഞ്ഞത്. ഇപ്പം ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നോക്കാം കേട്ടോ ഡെലിവറി സ്റ്റോറി പറയാൻ. നല്ല കോമഡിയാണ്, എന്തായാലും കോമഡിയാണ്. പിന്നെ സ്നേഹ ജോർജ് ചോദിച്ചത് ക്വാളിഫിക്കേഷൻ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പം ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ISSDയിൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതൊരു 6 month കോഴ്സാണ്. അപ്പോൾ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒരു 2 മാസം എങ്ങാണ്ടായിട്ടേ ഉള്ളൂ. കുറേ ഉണ്ട് ഇനി. പിന്നെ ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് ചോദിച്ചിട്ടുണ്ട്. ഈ സെയിം ആൾ തന്നെയാണ് കേട്ടോ. ലവ് മാരേജ് അല്ല, അറേഞ്ച് മാരേജ് തന്നെയാണ്. പക്ഷെങ്കിൽ അതും നല്ല അടിപൊളി ഒരു കഥയ്ക്കുള്ള എന്താ സംഭവമുണ്ട്. അത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ നോക്കട്ടെ, നിവിയേട്ടനെ വെച്ചിട്ട് ആള് തിന്ന് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ആളെ കൂട്ടിയിട്ട്. എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. കാരണം അത് കോമഡിയാണ്. എങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും കണ്ടത് അതൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ ഒരു വീഡിയോ, അത് സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഏജ് ഞാൻ പറഞ്ഞു 27. ഫേവറേറ്റ് ഫുഡ് ചിക്കൻ്റെ എല്ലാ ഐറ്റംസും, പിന്നെ ബിരിയാണി. അങ്ങനെ ഫേവറേറ്റ് കളർ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. പിന്നെ കുറച്ചും കൂടി ഇഷ്ടം ഒരു ബ്ലൂ ആയിരിക്കട്ടെ. പിന്നെ മോഡേൺ ഓർ ട്രഡീഷണൽ അതും ചോദിച്ചിട്ടുള്ളത് സെയിം ആൾ തന്നെയാണ്. മോഡേൺ ഓർ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ രണ്ടും ഇഷ്ടമാണ്. ഓരോരോ ഒക്കേഷൻ അനുസരിച്ചിട്ടല്ലേ നമ്മൾ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നതും അങ്ങനെ നടക്കുന്നതും ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്നതൊക്കെ. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എനിക്ക് അങ്ങനെ കുറച്ചും കൂടി ഇഷ്ടം മോഡേൺ ആയിട്ട് നടക്കാനാണ്. അത്ര രണ്ടും ഇഷ്ടമാണ്.
പിന്നെ മോസ്റ്റ് മെമ്മറബിൾ മൊമെൻ്റ് ഏതാണ്? മോസ്റ്റ് മെമ്മറബിൾ മൊമെൻ്റ് എന്ന് പറയുമ്പം ചിലപ്പോൾ എൻ്റെ തന്നെ ആയിരിക്കും കൃഷി ഉണ്ടായത്, ഡെലിവറി ആ ഒരു ടൈം തന്നെയാണ്. കാരണം അതെനിക്ക് മറക്കാൻ പറ്റൂല. നോക്കാം, ഞാൻ തന്നെ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. അതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി ടൈം തന്നെയാണ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇത്. പിന്നെ പൂജ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ചോദിച്ചത് മാരേജ് സ്റ്റോറി. അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ കോമഡിയാണെന്ന്. എന്തായാലും കുറേ ചിരിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടതും മാരേജ് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുന്നത് ഒരു ചിന്തയല്ലേ. അതൊക്കെ നല്ല അടിപൊളിയാണ്. എന്തായാലും ഞാൻ ചെയ്യാം വീഡിയോ. പിന്നെ ദയവായിട്ടുള്ള ഒരു ഫണ്ണി മൊമെൻറ്റ് ആൻഡ് തല്ലുകൂടിയ ഏതെങ്കിലും മൊമെൻറ്റ്. ദയവായിട്ടുള്ള ഫണ്ണി മൊമെൻറ്റ് എനിക്ക് ഒന്ന് സോറി ദയവായിട്ടുള്ള ഫണ്ണി മൊമെൻറ്റ് ചെറുപ്പത്തിൽ തന്നെ ആയിരിക്കും. ഞങ്ങൾ ചെറുപ്പത്തിൽ ഭയങ്കര, ഇപ്പൊ കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേടല്ല, ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. എനിക്കറിയില്ല, ഞങ്ങൾ അത്രയ്ക്ക് അടിയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തല്ല് കൂടുമ്പോൾ ഒക്കെ ആദ്യം മുടിയാ പിടിച്ച് വലിക്കുക. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പിന്നെ അങ്ങനെ അടിക്കാറില്ല കേട്ടോ. അമ്മ വടിയെടുത്തിട്ട് ഞങ്ങൾ അടിക്കാൻ വരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയും, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു തരും. അങ്ങനെ ഞങ്ങളെ രക്ഷപ്പെടുത്താനേ നോക്കാറുള്ളൂ. അച്ഛൻ അങ്ങനെ അടിക്കാറുണ്ടായിരുന്നില്ല. അമ്മേൻ്റെ അടുത്ത് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതന്നെ, ചെറുപ്പത്തിലാണ് ഞങ്ങൾ കൂടുതൽ തല്ലുകൂടിയിട്ടുള്ളത്. മുടി പിടിച്ച് വലിക്കുക, പിന്നെ അടി തന്നെ, ഫുൾ അടിയായിരുന്നു, കച്ചറിയായിരുന്നു. ഇപ്പോഴുള്ള സ്നേഹവും കാര്യമൊന്നും അന്നേരം ഉണ്ടായിട്ടില്ല. നമ്മൾ ചെറുതായ സമയത്താണ് കേട്ടോ. എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കറക്റ്റ് കറക്റ്റ് അളന്നിട്ടൊക്കെയാണ് ഇങ്ങനെ 50-50 ആയിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ആ പടി ഉണ്ടാവും. അങ്ങനെ. പിന്നെ പേര് ബാലൻ അതന്നെയാണോ എനിക്കറിയില്ല. അങ്ങനെ എന്തോ എനിക്കറിയില്ല. ചേച്ചിയുടെ ഹൗസ് എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ സ്വന്തം വീട് വരുന്നത് പേരാമ്പ്ര, കോഴിക്കോട് പേരാമ്പ്ര എന്ന് പറഞ്ഞിട്ട്, പേരാമ്പ്രയല്ല കടിയങ്ങാട്. പേരാമ്പ്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കടിയങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വന്തം വീട് വരുന്നത്. പിന്നെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് തലശ്ശേരി ചൊക്ലിക്കാണ്. പിന്നെ വേറൊരാൾ ചോദിച്ചിട്ടുള്ളത് ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ്. ആക്ടറും ആക്ട്രസും എല്ലാവരും എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സിനിമ കഴിയുമ്പോഴും അപ്പോൾ അതിൽ ആക്ട് ചെയ്തിട്ടുള്ള ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അടുത്തൊരു മൂവി കാണുമ്പോൾ അതിലുള്ള ആളായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒന്ന് അങ്ങനെ ഒരാളെ തന്നെ പറയുകയാണെങ്കിൽ, പണ്ടുള്ള ആളാണെങ്കിൽ ഇപ്പം മമ്മൂട്ടി മോഹൻലാലിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും പറയുകയാണെങ്കിൽ എനിക്ക് ഒരു രണ്ടാളിലും മമ്മൂട്ടിനെയാണ് ഇഷ്ടം. ഞാൻ മമ്മൂട്ടി ഫാനാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാരെ വെച്ചിട്ട് പറയുമ്പം എനിക്ക് ടോവിനോനെ ഇഷ്ടമാണ്. ടോവിനോനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആക്ട്രസ് പറഞ്ഞാൽ ആക്ട്രസ് ആരാ ദൈവമേ, അനുശ്രീ. ഞാൻ കുറേ പേര് എൻ്റെ അടുത്ത് ഇതിൽ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനുശ്രീനെ പോലെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ കുറേ പേര് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, അനുശ്രീനെ പോലെ ഉണ്ടെന്ന്. അതുകൊണ്ട് അനുശ്രീ എന്തിരിക്കട്ടെ, ഫേവറേറ്റ് ആക്ടർ അനുശ്രീ.
പറഞ്ഞു പോവാട്ടോ, കാരണം സമയം ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? അമ്മയുടെ ഷോപ്പ് പേരാമ്പ്രയിൽ എവിടെയാണ്, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പം ഞാൻ പഠിച്ചത്, എൻ്റെ ഡിഗ്രി കഴിഞ്ഞത് നാദാപുരം IHRD കോളേജിൽ നിന്നാണ്. പിന്നെ അമ്മേൻ്റെ ഷോപ്പ് പേരാമ്പ്ര. അമ്മ ഇപ്പോൾ പുതിയ ഷോപ്പിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിലേക്ക് ഷോപ്പ് മാറിയിട്ടുണ്ട്. അത് ഇപ്പോൾ വരുന്നത് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു റെയിൻബോ ബേക്കറി ഉണ്ട്, റെയിൻബോ ബേക്കറി. അതിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഹെയർ സീക്രട്ട്, പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഹെയർ സീക്രട്ട് പറയാൻ മാത്രമൊന്നുമില്ല, കാരണം ഇപ്പം ഇവിടുന്ന് നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് വെച്ചാൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാറുമില്ല. വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ കുറച്ച് ഈ ഒരു പോർഷൻ ഇല്ലേ, ഇത്രയും പോർഷൻ അത്ര മാത്രം കുറച്ചിങ്ങനെ സ്ട്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, അത്ര, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടുണ്ട്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് യുവർ ഓൺ പ്ലേസ് എവിടെയാണ്, എനി ജോബ്, എവിടെയാണ് പഠിച്ചത്, ഹും യു മിസ് മോസ്റ്റ്, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ പ്ലേസ് പേരാമ്പ്ര കരിയങ്ങാട്. പിന്നെ ജോബൊന്നും ചെയ്യുന്നില്ല. പിന്നെ പഠിച്ചത് നാദാപുരം, ഞാൻ പറഞ്ഞല്ലോ നാദാപുരം IHRDയിലാണ്. പിന്നെ മിസ് ചെയ്യുന്നത് എന്തായാലും എൻ്റെ അച്ഛനും അമ്മേനെയും പിന്നെ എൻ്റെ അനിയത്തിനെയും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ചേച്ചിയുടെ ബേബിയുടെ ഫുൾ നെയിം പറയുമെന്നാണ്. കൃഷുവിൻ്റെ ഫുൾ നെയിം കൃഷ്ണ തന്നെയാണ് കേട്ടോ, കൃഷ് നിവേദ് എന്നാണ് ഫുൾ നെയിം. അങ്ങനെ വേറെ എക്സ്ട്രാ വാലും കാര്യങ്ങളൊന്നുമില്ല, കൃഷ്ണ മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് ചേച്ചീൻ്റെ ഏജ് പറയോ? 27 ഞാൻ പറഞ്ഞു. എന്താണ് പഠിച്ചത്? എത്ര ഏജിലായിരുന്നു കല്യാണം? നെക്സ്റ്റ് ബേബി പ്ലാനിങ്. പിന്നെ ഏജ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. പഠിച്ചത് ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ ഇപ്പം ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ 23ാമത്തെ വയസ്സിലായിരുന്നു കേട്ടോ കല്യാണം. അതൊക്കെ ഞാൻ ഒരു വേറെ തന്നെ വീഡിയോ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ബേബി പ്ലാനിങ് എന്തായാലും ആ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാരണം അയ്യോ, എനിക്ക് ഇവരെ കൊണ്ട് തന്നെ വയ്യ, അതുകൊണ്ട് അതിപ്പം ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഇനി ആരും ചോദിക്കണ്ട. ഏജ് 27. ഇവനെ വെച്ചിട്ട് തന്നെ ആകുമ്പോൾ ഭയങ്കര പാടാ അല്ലേ ഇഷു? ഭയങ്കര കുർത്തക്കാടാ, കാണുന്ന പോലെ ഒന്നുമല്ല അല്ലേ? ഭയങ്കര കുർത്തക്കാടാ, അതുകൊണ്ട് ഇപ്പം ഒന്നുമില്ല കേട്ടോ. പിന്നെ വെയിറ്റ് ഗെയിൻ ഡീറ്റെയിൽ വീഡിയോ ഇടുമോ? വെയിറ്റ് ഗെയിൻ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എപ്പോഴാണ്? ദേവുനെ മിസ് ചെയ്യുന്നത് എന്തായാലും അവള് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അതുവരെ വീട്ടിലുണ്ട്, പിന്നെ എപ്പോൾ വേണമെങ്കിലും പോയി കാണാം എന്നുള്ളൊരു അങ്ങനെയാണല്ലോ. അല്ല, എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോയാൽ ആൾ അവിടെ ഉണ്ടാവും, ഇപ്പോൾ കാണാം, നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് അതൊരു രസമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ അവളെ കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ അവളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡ് നെയിം എന്താണ്? ഹസ്സിൻ്റെ ജോബ് പിന്നെ വീടൊക്കെ പറയൂന്ന്, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞത് നിവേദ് എന്നാണ്. പിന്നെ ജോബ് ഇവിടെ ലോജിസ്റ്റിക് കമ്പനിയിലാണ്. പിന്നെന്താ വീട് തലശ്ശേരി. പിന്നെ ഇതാണ് ചോദിച്ചത് ചേച്ചിക്ക് സിസ്റ്ററിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അത് വേറെ ആരല്ല, എൻ്റെ അനിയത്തി തന്നെയാണ്. മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ബേബി പ്ലാൻ ഉണ്ടോന്ന്? അയ്യോ ഇല്ല. പിന്നെ
ഡീപ് ബ്ലോഗ്സ് ചേച്ചീൻ്റെ സിസ്റ്ററാണോ സിസ്റ്റർ ഇൻ ലോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്ററാണ് കേട്ടോ, സ്വന്തം സിസ്റ്ററാണ്. അതിൽ ഒരാൾ റിപ്ലൈ ഒക്കെ ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ ജോബ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ജോബൊന്നുമില്ല. ഇനിയിപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് നോക്കണം, എന്തെങ്കിലും ജോബ് ആക്കിയെടുക്കണം. പിന്നെ എന്നാ ദുബായിൽ പോകുന്നത്, ഇത് അന്ന് ഇട്ട വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അന്നിട്ട പോസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദുബായിൽ ഇനി ഞാൻ ഇപ്പോൾ ഒന്നും പോക്കുണ്ടാവില്ല. ഞാനിപ്പോൾ ബഹ്റിനിലാണ് ഉള്ളത്. ആൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, അതുകൊണ്ട് ഒരു പ്രൊജക്റ്റ് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാണ്. സെയിം കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ബഹ്റിനിലാണ്, ബഹ്റിൻ വീഡിയോസ്. ദുബായിലേക്ക് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 24 മിനിറ്റ്. ഇതൊക്കെ ആരെങ്കിലും കാണുമോ ദൈവമേ? ഞാൻ വേഗം പറഞ്ഞു പോയത്. ഇവൻ എണീക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേഗം പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ 2-3 വീഡിയോസ് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. പ്രഗ്നൻസി സ്റ്റോറി ചെയ്യാം. പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ലവ് മാരേജ് ആ സംഭവം, ലവ് മാരേജിൻ്റെ അല്ല, കല്യാണം എങ്ങനെയാണ് ആയത്, അത് കോമഡിയാണ്. അതെന്തായാലും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെന്താ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെന്താണ്, അപ്പം ഈ ഒരു വീഡിയോ ഇതിങ്ങനെ തന്നെയാണോ എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വേറെ വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. Q&A എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പം എനിക്ക് ചെറിയൊരു സമയം കിട്ടിയപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇപ്പം തന്നെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മൂക്കടഞ്ഞു. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെക്കും ടാറ്റാ. ടാറ്റാ പറ. ലവ് യു. ഉമ്മ ഫ്ലൈ കിസ് കൊടുക്ക്. ടാറ്റാ.